ലോകത്തുള്ള എല്ലാ മലയാളികളും വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു കേസാണ്. ക്രൂരമായി മർദ്ദനമേറ്റ് തങ്ങൾക്ക് നഷ്ടപ്പെട്ട 15 വയസ്സ് മാത്രമുള്ള ഷഹബാസ് എന്ന പൊന്നു മോൻ്റെ നീതിക്ക് വേണ്ടി മാത്രമല്ല ഈ കുടുംബം കോടതി കയറി ഇറങ്ങുന്നതും പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് അപേക്ഷിക്കുന്നതും. എങ്ങനെയെന്നാൽ ഇത് കേൾക്കുന്ന നിനക്കും പറയുന്ന എനിക്കും കൂടെ ബാധകമാണ്. അങ്ങനെ അവർക്ക് ജാമ്യം അനുവദിച്ചാൽ സമൂഹത്തിൽ ഒട്ടനേകം മക്കളുടെ മാനസികാവസ്ഥ വരെ മാറാനിടയുണ്ട്. ഇത്രയേ ഉള്ളൂ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കാനുള്ളത് എന്നുള്ള ചിന്തയിലേക്കായിരിക്കും അവർ പോകുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ കുട്ടികളുടെയെല്ലാം അവസ്ഥ ചിന്തിക്കുകയാണെങ്കിൽ ലഹരിക്കടിമയായി സ്വന്തം മാതാപിതാക്കളെ പോലും കൊലപ്പെടുത്തുവാനുള്ള ചിന്താഗതിയിലേക്ക് മാറിയിരിക്കുന്നു അവർ. ആയിടയിൽ കൊലപാതകത്തെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നിയമ നടപടി ഇവിടെ ഉണ്ടായാൽ അത് ഒട്ടേറെ പാവങ്ങളുടെ പിഞ്ചു മക്കൾക്കായിരിക്കും വലിയ ദോഷം ചെയ്യുക. ഷഹബാസിൻ്റെ ഘാതകരായ കുട്ടികളുടെ ജാമ്യ അപേക്ഷയിലുള്ള വാദം പൂർത്തിയായി വിധി ഇന്ന് 8-ാം തീയതി പറയും. ഒരിക്കലും ആ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ആ പ്രതികളുടെ പോലും ജീവൻ അപകടത്തിലാക്കുന്ന കാര്യമായിരിക്കും. കാരണം എന്തെന്നാൽ പ്രതികളെ കൊണ്ട് പരീക്ഷ എഴുതിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ സ്കൂളിലേക്കെത്തിയത് വധഭീഷണി കത്താണ്. അങ്ങനെ ഒട്ടേറെ പേരാണ് ഷഹബാസിൻ്റെ വേദന ഇവരെയൊന്ന് കണ്ടു കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കപ്പെട്ട് വെളിയിൽ ഇറങ്ങുകയാണെങ്കിൽ അവരുടെ ജീവന് പോലും അത് വലിയ അപകടമായി തീരും. അതുകൊണ്ട് തന്നെ കുറ്റവാളികൾക്ക് ഒരിക്കലും ജാമ്യം അനുവദിക്കാൻ പാടില്ല. കൂടാതെ മറ്റു ക്രിമിനലുകളുമായി തന്നെ ഇവർ കൂട്ടം ചേർന്ന് വീണ്ടും സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ കാരണമാകുമതെന്നാണ് ഷഹബാസിൻ്റെ മാതാപിതാക്കളുടെയും അഭിപ്രായം. ഷഹബാസിന് നീതി ലഭിക്കണം. ഘാതകരായ കുട്ടികൾക്ക് തക്ക ശിക്ഷയും. അത് ഈ നാടിൻ്റെ ആവശ്യമാണ്. ഇവിടെയുള്ള ഓരോ കുട്ടിയുടെയും ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി. തനിക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു എന്നു കരുതി ഇക്ബാൽ എന്ന പാവം ഉപ്പ ഈ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ അത് സമൂഹത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഒട്ടേറെ ആക്രമണങ്ങൾക്ക് കാരണമാകും എന്നുള്ള ഒറ്റ കാരണത്താൽ തന്നെയാണ് ഷഹബാസ് എന്ന 15 വയസ്സുകാരനായ ആ പൊന്നുമോൻ്റെ വേദനയ്ക്ക് ഈ പിതാവ് ഇത്തരത്തിൽ തീരുമാനമെടുത്തത്. ജാമ്യം അനുവദിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നതും. കോടതിയിൽ വളരെ ശക്തമായ തടസ്സവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് CCL കുറ്റവാളികളാണെങ്കിൽ പോലും അവർക്ക് നിയമത്തിൻ്റെ പരിരക്ഷ 100% നൽകാൻ സാധ്യത ഇല്ല. ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഡിഫീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് ജാമ്യം നിഷേധിക്കാൻ കോടതിയിൽ നിയമത്തിൽ വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളും അതുപോലെ തന്നെ ഇവർക്ക് വീണ്ടും കോടതി ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നോൺ ക്രിമിനൽസുമായി അസോസിയേറ്റ് ചെയ്ത് വീണ്ടും പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും അവർക്ക് അവരുടെ ജാമ്യം നിഷേധിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. ഈ കാര്യം കോടതിയുടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ വിഷയം തന്നെയാണ് നിർഭയ കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വിലയിരുത്തിയിട്ടുള്ളത്. റയറസ്റ്റ് ഓഫ് റയർ കേസിൽ സൊസൈറ്റിയുടെ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന രീതിയിലുള്ള ഒരു ജഡ്ജ്മെൻറ്റ് പാടില്ല. അത് അവർക്കെതിരായിട്ട് നമുക്ക് കണ്ണടയ്ക്കാൻ, സൊസൈറ്റിയുടെ സമൂഹത്തിൻ്റെ പ്രൊട്ടസ്റ്റിനെതിരെ ഞങ്ങൾ കണ്ണടയ്ക്കാൻ പാടില്ല. ഇതൊരു ഐ ഓപ്പണർ ആവണം എന്നുള്ള വ്യക്തമായ ഒരു കണ്ടെത്തലാണ് സുപ്രീം കോടതി ഇത്തരം റയറസ്റ്റ് കേസുകൾ നടത്തിയിട്ടുള്ളത്. ആ ഒരു കാര്യം ഈ ഒരു കേസിലും ഈക്വലി ആപ്ലിക്കബിൾ ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം നിഷേധിക്കണം എന്ന് ഞങ്ങൾ ശക്തമായി കോടതിയിൽ വാദിച്ചിട്ടുണ്ട്.